സങ്കീർത്തനങ്ങൾ 119:114 നീ എന്റെ മറവിടവും എന്റെ പരിചയമാകുന്നു. ഞാൻ തിരുവചനത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്നു. തന്റെ വിശ്വാസത്തിന്റെ പേരിൽ സിംഹക്കുഴി തള്ളപ്പെട്ട ദാനിയേൽ, രാജാവിന്റെ കൽപ്പനയേക്കാൾ ദൈവവചനത്തിൽ പ്രത്യാശ അർപ്പിച്ച ദാനിയേലിനെ സിംഹങ്ങൾക്കിടയിലും ദൈവം ഒരു മറവിടവും പരിചയമായി മാറി അത്ഭുതകരമായി വിടുവിച്ചു. ഇസ്രായേൽ ജനത്തെ മുൻപിൽ ചെങ്കടൽ, പിന്നിൽ ഫറവോനും വൻ സൈന്യവും. ജനം ഭയന്നപ്പോൾ ദൈവം കടലിനെ രണ്ടായി വിഭജിച്ചു. തന്റെ ജനത്തിനു മറവിടമായി സുരക്ഷിതമായി അക്കരെ എത്തിച്ചു. കഷ്ടതകളിലും പ്രതിസന്ധികളിലും ദൈവം മാത്രമാണ് നമ്മുടെ ആശ്വാസവും വിടുതലും സംരക്ഷണവും എന്ന് നാം ഓർക്കണം. ഉടഞ്ഞതും തകർന്നതുമായ ഹൃദയത്തെ ദൈവം നിരസിക്കുകയില്ല. തകർച്ചകളിൽ ദൈവം അടുത്തുണ്ട്. അവിടുന്ന് നമ്മെ തള്ളിക്കളയുകയില്ല. കഷ്ടകാലത്ത് മറന്നിരിക്കുന്നവനല്ല. നമുക്ക് പറയാം, നീ എനിക്ക് മറവിടമാകുന്നു. നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. യെശയ്യാ 25:4 പറയുന്നു, ഭയങ്കരന്മാരുടെ ചീറ്റിൽ മതിലിന് നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ എളിയവനൊരു ദുർഗവും ദരിദ്രനവന്റെ കഷ്ടത്തിലൊരു കോട്ടയും കൊടുങ്കാറ്റിലൊരു ശരണവും ഉഷ്ണത്തിലൊരു തണലുമായിരിക്കുമെന്ന് ദൈവവചനത്തിൽ ആശ്രയിക്കാം. ദൈവവചനത്തിൽ ഉറയ്ക്കാം. ഏവരെയും ദൈവ സമാധാനത്തോടെ നയിക്കട്ടെ. ആമേൻ.